തെരുവ് നായ്ക്കൾ തെരുവിലിരിക്കട്ടെ, അവരുടെ സ്ഥാനം അവിടെയാണ്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കണ്ടതാണ്. നഴ്സസിൻ്റെ സമരത്തെ പറ്റിയിട്ട് ആരോ ഒരാൾ പറഞ്ഞ ഒരു കമൻറ്റിനെ ഒരു ന്യൂസ് മീഡിയയ്ക്ക് മുന്നിൽ എടുത്തു പറയുന്ന ഒരു സിസ്റ്ററിൻ്റെ വീഡിയോ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ മൊബൈലിൻ്റെ ഒരു ചെറിയ സ്ക്രീനിൽ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേനും എനിക്കും ഇൻസൾട്ടഡ് ആയിട്ട് തോന്നി. ഞാനും ഒരു രജിസ്റ്റേർഡ് നഴ്സാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിച്ചിട്ട് ഇറങ്ങുന്നത്. അത്രയും ആഗ്രഹത്തോടു കൂടി തിരഞ്ഞെടുത്ത ഒരു പ്രൊഫഷൻ തന്നെയാണ് അത്. ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഓരോ നഴ്സസും പഠിച്ച് പുറത്തേക്ക് ഇറങ്ങി ഞാനൊരു രജിസ്റ്റേർഡ് നഴ്സാണ് എന്ന് പ്രൗഡായിട്ട് വന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിൽ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. പിന്നെ സമരങ്ങൾ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സമരങ്ങൾ ഉണ്ടാവുന്നത്? വളരെ കാലങ്ങളായിട്ട് അടിച്ചമർത്തപ്പെടുമ്പോഴും അവഹേളിക്കുമ്പോഴും ചവിട്ടി അരയ്ക്കുമ്പോഴും അവകാശങ്ങൾ കാലങ്ങളായി നിഷേധിക്കുമ്പോഴുമാണ് ഓരോ മനുഷ്യരും സമരങ്ങളുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം വേണം, അത് ഉറക്കെ ചോദിച്ചാൽ മാത്രമേ ലഭിക്കൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് സമരങ്ങളുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഈ നഴ്സസിനോടുള്ളൊരു പുച്ഛം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിലും നിലനിൽക്കുന്നത് തന്നെയാണ്. ഇന്നും ഈ ഒരു 2026 അങ്ങനെ അഭിപ്രായമുള്ള ആളുകൾ ഇന്നും നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. ഈവൻ ഹോസ്പിറ്റലിനകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ, ഈവൻ നമ്മളുടെ ആളുടെ ഒരു അസുഖവിവരം ചോദിച്ചു കഴിഞ്ഞാൽ പോലും അവരോട് എനിക്ക് വെറുപ്പാണ്. അവരെന്തിനാണ് എൻ്റെ കുടുംബത്തിൽ കയറി ചോദിക്കുന്നത്? അതുപോലെ തന്നെ കുട്ടികളെ ഒന്നും അവരുടെ വീട്ടിൽ കുട്ടികളുടെ അസുഖങ്ങളൊന്നും അവരോട് ചർച്ച ചെയ്യരുത്. അവർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയും കളിയാക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്നൊക്കെയുള്ള കമൻറ്റുകൾ പറഞ്ഞു പരത്തുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന നാട് തന്നെയാണ്, അല്ലെങ്കിൽ സംസ്ഥാനം തന്നെയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മെൻ്റൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന, ഏറ്റവും കൂടുതൽ മെൻ്റൽ ടോർച്ചറിങ് അനുഭവിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് നഴ്സിംഗ് വിഭാഗം എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ട്രോമ സഹിക്കാൻ വയ്യാതെ നഴ്സിംഗ് പ്രൊഫഷൻ ഉപേക്ഷിച്ച് പോയിട്ടുള്ള എത്ര നഴ്സസ് ഉണ്ടെന്നറിയാമോ? മെൻ്റൽ ട്രോമയും സഹിക്കണം, സ്ട്രെസ്സും സഹിക്കണം, ഗുഡ് സർവീസും പ്രൊവൈഡ് ചെയ്യണം, എല്ലാം ചെയ്യണം. എന്നാലും കുറ്റപ്പെടുത്തലും ചീത്തവിളിയും മാത്രമേ ഉള്ളൂ, സാലറിയും കൊടുക്കത്തില്ല. എത്ര ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നൈറ്റ് ഡ്യൂട്ടി സമയത്ത്, ബൈസ്റ്റാൻഡേഴ്സ് നൈറ്റ് ഡ്യൂട്ടി സമയത്ത് നഴ്സസിനോട് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്, ബഹളം വയ്ക്കുന്നുണ്ട്, ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. എത്ര സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമരത്തിനെ എതിർക്കണം എന്നുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ നിങ്ങളതിനെ എതിർക്കും. വാക്കുകൾ പറയണതും ഒക്കെ സൂക്ഷിച്ചിട്ടൊക്കെ പറയാം. അത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നവർക്കോ നേരെ മാത്രമല്ല എറിയണത്, ആ ഒരു വലിയ സമൂഹത്തിനെ തന്നെയാണ് ഇൻസൾട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മറക്കരുത്. അത് നഴ്സ് എന്നുള്ളൊരു വിഭാഗമാണ്. അത് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, വർക്ക് ചെയ്യാത്തവരായിക്കോട്ടെ, പ്രൈവറ്റിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഗവൺമെൻറ്റിൻ്റെ സൈഡിലെ ആരോഗ്യകേരളം എന്ന് പറയുന്ന സെറ്റിങ്സിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഇനി ഗവൺമെൻറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, നഴ്സസ് എന്ന് പറഞ്ഞാൽ എല്ലാം നഴ്സസ് തന്നെയാണ്. ഒരാൾക്ക് നേരെയുള്ള അവഹേളനം എന്ന് പറയുന്നത് മൊത്തം ഒരു കൂട്ടത്തെ തന്നെയാണ് പറയുന്നത്.